നമ്മളിന്ന് മാർക്കറ്റിൽ ഓവറോൾ ഒരു 4000-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ലൈവായിട്ട് ട്രേഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ലോജിക്ക് കൂടെ നമ്മളുടെ സാധാ എടുക്കുന്ന പോലെ തന്നെയാണ് ഞാൻ, പക്ഷേ അത്രയും ഞാൻ വെയിറ്റ് ചെയ്തില്ല. കാരണം ഞാൻ ട്രാവലിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ മൊബൈലിലാണ് ഞാൻ ട്രേഡ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു റെയിൽവേ ക്രോസ് കിട്ടിയപ്പോഴായിരുന്നു എനിക്ക് നമ്മളുടെ എക്സാക്ട്ലി ആ എൻട്രി കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളിത് ഈ 940-യുടെ ക്യാൻഡിൽ ഫിബോയെ പ്ലോട്ട് ചെയ്തു. നമ്മളുടെ ഏരിയ ഇതൊക്കെ ഞാൻ അസംഷനായിരുന്നു കേട്ടോ ചെയ്തതാണ്. ഈ ഒരു ഏരിയയിൽ നമ്മളുടെ ലൈനിനെ വരച്ച് വെച്ചു. മാർക്കറ്റ് ഇവിടെ വന്ന് ജസ്റ്റ് തൊട്ടപ്പോഴത്തേക്ക് 945-ന് ഇവിടെ വന്ന് തൊട്ടപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. അപ്പം ചിലപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നെങ്കിൽ, സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് ലോസ് ആയിരുന്നേനെ. അപ്പോൾ ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ട് ഒരു 5000-ൻ്റെ വല്ലതും പ്രോഫിറ്റ് എടുക്കാം എന്നാണ് നമ്മൾ സാധാ വയ്ക്കുന്ന ടാർഗറ്റ് ആയിരുന്നെങ്കിൽ ഈ പോർഷൻ വരെ വരും. പക്ഷേ ഈ പോർഷൻ ഈ ഫസ്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ, ആദ്യത്തെ തന്നെ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5000-ൻ്റെ പ്രോഫിറ്റ് നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് എക്സിറ്റ് ചെയ്തപ്പോഴത്തേക്ക് 4000 ഈ ഏരിയയിൽ റിജക്ഷനിലാണ് എക്സിറ്റ് കിട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 4000-ൻ്റെ പ്രോഫിറ്റ് നമ്മളിന്ന് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഓവറോൾ ഒരു ട്രേഡ്. ഇത് നമ്മൾ ഇന്ന് സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരെ വെയിറ്റ് ചെയ്തേനെ. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇവിടെ റിജക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ഒരു 5000-ൻ്റെ പ്രോഫിറ്റും കാണിച്ചപ്പോൾ ഏതായാലും ട്രാവലിംഗ് ആണ്, ഇനിയിപ്പം ലോസ് ആക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലില്ല. അപ്പോൾ ലോസ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യായിരുന്നു. അതേതായാലും നന്നായി. ചില സമയത്ത് ചില കാര്യങ്ങൾ നല്ലതെന്ന് പറയില്ല. അതേപോലെ ഒരു 4000-ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ട്രേഡിൻ്റെ എൻട്രി ഇട്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് വേണമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഒന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആയത്. ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടുന്ന ഏകദേശം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എത്തിയപ്പോഴാണ്. ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ പോസ്റ്റ് ചെയ്തു എൻട്രി ട്രിഗർ ആയെന്ന്. പക്ഷേ ഞാൻ ബേസിക്കലി ട്രേഡ് എടുത്തില്ല. നമ്മൾ രാവിലെ എടുത്ത ട്രേഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻട്രി ട്രിഗർ ആയെന്ന് ഇട്ടു. അപ്പം ഇവിടെ നിന്ന് കുറച്ച് പ്രോഫിറ്റബിൾ കാണിച്ചു. നമ്മൾ എനിക്ക് തോന്നുന്നു 67-ലായിരുന്നു ഇത് വച്ചിരുന്നതെന്ന് തോന്നുന്നു. നമ്മളുടെ ട്രേഡ് വച്ചിരുന്ന 67-ൽ അതേ ക്യാൻഡിലിൻ്റെ ലോയിൽ വന്നിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വന്നിട്ട് സ്റ്റോപ്പ് ലോസും നമ്മൾ വച്ചിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഹിറ്റായപ്പോൾ തന്നെ ഞാൻ അപ്പോഴും ഞാൻ എക്സിറ്റ് ചെയ്തേക്കണം. ഞാൻ ഈ ട്രേഡ് എടുത്തപ്പോഴേ പറഞ്ഞു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ്, ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതി. 167 ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നോക്കിയാൽ 151 വരെ പോയി. നമ്മൾ 167-ലായിരുന്നു നമ്മൾ ടാർഗറ്റ് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതായിരുന്നു അത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത്. എന്താ പറയാൻ, പാർട്ട് ഓഫ് എ ഗെയിം. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തില്ല. നിങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് അതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഓവറോൾ നമ്മൾ ബുക്ക് ചെയ്തത് 4000-ൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ.